ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കാണ് യാത്ര പോകുന്നത്. അതിൻ്റെ ഇടയിൽ വണ്ടിയിൽ കാറ്റൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കാറ്റൊക്കെ അടിച്ചിട്ടാണ് യാത്ര. ദൂരം വഴിയല്ലേ പോണത്, അതുകൊണ്ടാണ്. മലപ്പുറത്തുനിന്ന് പിന്നെ കോഴിക്കോടേക്ക് കുറേ ദൂരം ഉണ്ടല്ലോ, 2.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ഞാനും മോളും കൂടിയാണ് പോണത്. മോന് ചാമ്പ്യൻഷിപ്പിന് പോയിക്കാണ്, കരാട്ടിൻ്റെ ചെറിയ മോന്. അപ്പോൾ അവനില്ല, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോണത്. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അവനും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ പോകുമ്പോഴൊക്കെ. ഒരു വീഡിയോ എടുക്കാനൊക്കെ അവനാണ് ഉഷാറ് കിട്ടാവൽ. അപ്പോൾ ഞങ്ങൾ പയ്യനാട് എത്തിയപ്പോൾ വണ്ടിയിൽ എണ്ണ അടിക്കട്ടെ എത്തിയിട്ട് അവിടെ കയറ്റി വീണ്ടും ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പിന്നെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ, എല്ലാവരെയും കാണാൻ. എല്ലാവരും ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠത്തികളും പിന്നെ ആങ്ങളമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷമാണല്ലേ ഇങ്ങനെ പോകുമ്പോൾ. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ കാണാൻ പോകുമ്പോൾ വല്ലാത്ത സന്തോഷമാണല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കെട്ടിച്ച വീട്ടിൽ നിന്നൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ. എത്ര പ്രായമായാലും നമുക്കത് വല്ലാത്തൊരു ഉഷാറാണ് ആ പോക്കിന്. ഏതായാലും ഞങ്ങൾ രാവിലെ 9:30ക്കാണ് കേട്ടോ പോവൽ തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് കോഴിക്കോട് ആ വഴിക്ക് മഞ്ചേരി കോഴിക്കോട് വഴിക്ക് പോകാമെന്ന് കരുതി. പിന്നെ ബ്ലോക്ക് ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിട്ട് അരീക്കോട് വഴിക്കാണ് കേട്ടോ പോണത്. പിന്നെ അരീക്കോടിന്ന് ആ മമതാ ബേക്കറിൻ്റെ അവിടെ നിന്നൊക്കെ തിരിഞ്ഞു പോയാൽ അതിൽ കൂടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകലാണ് ഞങ്ങൾ. ഇപ്പോൾ വല്ലാതെ ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ എത്താനായോ എന്നൊക്കെ ചോദിച്ച്. ജ്യേഷ്ഠത്തി ഉമ്മയൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ അപ്പോഴത്തേനും വിശന്നിട്ട് വയ്യ. രാവിലെ 7 മണിക്ക് ചായ കുടിച്ചാണ്, പിന്നെ ചായ കുടിച്ചിട്ടില്ല. 10:30 ആയിപ്പോൾ. അപ്പോൾ ഞാൻ വിശക്കണമുണ്ട്. അപ്പോൾ വേഗം ഫ്രൂട്ട്സ് വാങ്ങട്ടെ വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. ഇന്നലെ വരെ മോളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവർ വിരുന്ന് വന്നിരുന്നു. അപ്പോൾ സ്കൂളില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ഒരു 3-4 ദിവസം നിന്ന് അവർ പോയി. അപ്പോൾ അവൾക്ക് ചെടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പോകാൻ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഓല അങ്ങോട്ട് പോയി ഇന്നലെ. അപ്പോൾ ഇന്നലെ വരെ ഇവിടെ നല്ല ബഹളമായിരുന്നു. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. വിശന്ന് കുടൽ കരിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ട് ചായയും കടിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് തിന്നു കേട്ടോ. മോളോട് ചോദിച്ച് പോക്ക് വേണ്ടായിരുന്നു. ഞാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ പോവുകയാണ്, യാത്ര പോവുകയാണ്. കുറച്ച് പോണല്ലോ. രാവിലെ 6 മണിക്ക് മോനെ പാണ്ടിക്കാട് കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അവന് ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടിയിട്ട് 6 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് ചായയൊക്കെ ഉണ്ടാക്കി ഓന് കൊടുത്ത് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്ത്. ഉച്ചക്ക് അവിടുന്ന് ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ 10 മണിക്ക് കഴിക്കാനുള്ള മാത്രം പാത്രത്തിലാക്കി കൊടുത്ത്. അങ്ങനെ പിന്നെ വന്നിട്ട് വീട്ടിലെ ജോലികളൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഈ പോണത്. വണ്ടി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി മോനെ കഴുകി കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പണി എനിക്ക് ലാഭമായി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ മക്കളാണല്ലേ. എല്ലാവരും മക്കളെയും പഠിച്ചോൻ ഹയറാക്കി തരട്ടെ അല്ലേ. അതിൻ്റെ ഇടയിൽ ജ്യേഷ്ഠത്തി വിളിച്ചു കേട്ടോ, എവിടെ എത്തി, എല്ലാവരും വന്നു, ഈ മാത്രമുള്ളൂ വരാത്തത് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ദൂരത്തുനിന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ നേരെ വൈകണത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടോ. ഇതിൽ പോരുമ്പോൾ എപ്പോഴും കരുതും ബീച്ചിൽ ഇറങ്ങണോ, ഒന്ന് അവിടെ കയറണം എന്നൊക്കെ കരുതും കേട്ടോ. ചിലപ്പോഴേ ഞങ്ങൾ കയറലുള്ളൂ. എന്താ വെച്ചാൽ ഭയങ്കര വെയിലാവും പോരുമ്പോൾ, അല്ലെങ്കിൽ നേരം ഉണ്ടാവില്ല. അവിടെ പോയി കുറച്ച് നേരം അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേന് 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ബീച്ച് കയറാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോരലാണ്. ഇങ്ങോട്ടെത്തുമ്പോഴത്തേന് തന്നെ 8 മണിയൊക്കെ ആവും. ചിലപ്പോൾ മോളെടുത്തൊന്ന് കയറും. അങ്ങനെയൊക്കെ ആയിട്ട് 8 മണി 8:30 9 മണി ആവും ഇവിടെ എത്തുമ്പോഴത്തേന്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറാൻ നിൽക്കലില്ല.
ഇതിൽ പോകുമ്പോൾ ഞങ്ങൾ കക്ക നിറച്ചതൊക്കെ വാങ്ങലുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണല്ലോ അവിടുന്ന് വാങ്ങി തിന്നുമ്പോൾ. പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ടാക്കി കൊണ്ടുവരലും ഉണ്ട്. അപ്പോൾ ഇതിൽ പോകുമ്പം മക്കൾ പറയും അത് വാങ്ങുമ്മാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങലുണ്ട്. ഇന്ന് വാങ്ങാനും നിന്നില്ല. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ വേഗം അങ്ങോട്ട് പോട്ടെ വിചാരിച്ച്. തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയല്ലേ, ഫുള്ള് വെയിലാണ്. ആ മഴയൊക്കെ പോയോ എന്തോന്നാവോ. മഴ പെയ്തിട്ടില്ലെങ്കിലും സുയിപ്പാണല്ലോ. രാവിലെ 12 മണിയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ അവിടെ ഇവിടെയൊക്കെ നിർത്തി എത്തിയപ്പോഴത്തിന്. അപ്പോൾ ഏതായാലും ബീച്ചിൻ്റെ സൈഡിൽ ആൾക്കാരൊന്നുമില്ല വല്ലാതെ. വെയിലിൻ്റെ ഇതുകൊണ്ടാവും ആരുമില്ലാത്ത. വൈകുന്നേരം ആവണമല്ലോ അവിടെയൊക്കെ ആൾ വന്ന് നിൽക്കണം, പിന്നെ വന്ന് ഇരിക്കണമെങ്കിലൊക്കെ. ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണല്ലോ. അപ്പോൾ മോളുണ്ട്, എന്നാലും പിന്നെ നമുക്ക് പിന്നെ ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ പോവട്ടോ. നമ്മൾ ചെല്ലാൻ ചിലപ്പോൾ രാവിലെ ഇങ്ങനെ തിരക്കാകുമ്പോൾ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ നമുക്കത് ചൊല്ലി കഴിക്കാമല്ലോ. ചെറിയ ചെറിയ സൂറത്തുകളും പിന്നെ ദിക്റുകളും ഒക്കെ ഓരോന്ന് നമ്മൾ ചൊല്ലണുണ്ടാകുമല്ലോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചൊല്ലിക്കാട്ട് പോകാൻ രാവിലെ പണിയെടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ അതും കൂടി കഴിയുമ്പോൾ എന്തൊരു മനസ്സിന് എന്തൊരു സുഖമാണെന്ന്. രാവിലെ നമ്മൾ ഓതിയിട്ടൊക്കെയാണ് അടുപ്പത്തേക്കൊക്കെ കയറുന്നു വിചാരിച്ചാൽ നല്ലൊരു സുഖമാണ്. അന്ന് പഠിച്ചവൻ നമ്മളൊരു കാവൽ തരുന്ന മാതിരിയാണ്. എന്താ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പഠിച്ചവനപ്പോൾ തരൂല. ചെറുതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോന്നും തട്ടി മാറ്റി പോകും കേട്ടോ. നമ്മൾ ദിക്റുകളൊക്കെ നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം. നമ്മൾ രാവിലെയും വൈകുന്നേരവും അത് ചെല്ലണം എപ്പോഴും. ഓതും വേണം. സൂറത്തുകളൊക്കെ ഓതിയാൽ തന്നെ നമുക്ക് എന്തൊരു മനസ്സമാധാനമാണ് അടുപ്പത്ത് കയറുമ്പോഴും വേറെ പണികൾ എടുക്കുമ്പോഴൊക്കെ. യാസീനും ഫത്ത് സൂറത്തൊക്കെ ഞങ്ങൾ രാവിലെ ഒന്ന് ഓതി നോക്കി എന്തൊരു സുഖമാണ് മനസ്സിന് എന്നോ. പിന്നെ ചെറിയ ചെറിയ സൂറത്തുകളും നമ്മളെ ദിക്റുകളും ഒക്കെ എല്ലാവരും ചെയ്തു നോക്കൂണ്ടി. പിന്നെ താത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ട്. ഫുള്ള് നല്ല പരിപാടിയായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും ഫുഡ് എടുത്തേക്കണ തിരക്കാണ്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുങ്ങിയതാണ്. അളിയാക്കാൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും പിന്നെ എൻ്റെ അമ്മയും ഏട്ടത്തികളും മക്കളും മരുമോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഞങ്ങൾ ആ നേരം എല്ലാവരും പാടെ നല്ലോണം ഹാപ്പിയായി എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ അമ്മച്ചിനെയും ഏട്ടത്തിനെയൊക്കെ ടൗണിലാക്കി കൊടുക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ പോവുകയാണ് എല്ലാവരും കൂടി. പിന്നെ വരുമ്പോൾ എൻ്റെ എളാപ്പാക്ക് സുഖമില്ലായിട്ട് എളാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലും കയറി. പാവാതെ വീണതാണ്. അപ്പോൾ അതിനെയൊന്ന് പോയി കണ്ട് ഒക്കെ ഞങ്ങൾ ഓലൊക്കെ അവിടെ ഇറക്കി കൊടുത്ത് ഞങ്ങൾ പിന്നെയും പോരുകയാണ് വേഗം. നേരം കുറേ ആയി, 4:30 ഒക്കെ ആയി അപ്പോഴത്തിന്. ഇപ്പോൾ സ്വന്തം വീട്ടുകാരൊക്കെ കണ്ട് പോരുമ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസത്തിന് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഓലൊക്കെ കണ്ട സന്തോഷവും ആ കളിയും ചിരിയും. പിന്നെ നമുക്ക് 2-3 ദിവസം നല്ല ഹാപ്പി ആയിരിക്കും എപ്പോഴും. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വൈകുന്നേരം ആയി തുടങ്ങി. പിന്നെ ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കിലായിപ്പോയി. ബ്ലോക്കിലായപ്പോൾ പിന്നെ ഞങ്ങൾ അരീക്കോട് വഴി തന്നെ പോരാന്ന് കരുതിയാണ്ട് അതിലെ പോന്നപ്പോൾ അവിടെയും ബ്ലോക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ആയി തുടങ്ങിയെന്ന്, ഇരുട്ടാൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം പോന്ന്. പിന്നെ കുഴപ്പമില്ലാതൊക്കെ അൽഹംദുലില്ലാ ഇവിടെ വീട്ടിലെത്തിക്കണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കേട്ടോ. ലൈക്കൊക്കെ കൊടുക്കുവേണ്ടി, ബെൽ ബട്ടനൊക്കെ അമർത്തുവേണ്ടി. പിന്നെ എൻ്റെ മോന് കരാട്ടൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോയിട്ട് ഗോൾഡും ബ്രോൺസും ഒക്കെ കൊണ്ടുവന്നിക്കണേ. സർട്ടിഫിക്കറ്റും ഉണ്ട്. നല്ല സന്തോഷമായി. മാഷാ അല്ലാ. വീഡിയോൻ്റെ ലെങ്ത്ത് കുറേ ആയോ എന്നൊരു സംശയം. താങ്ക് യു.